Hello everyone, welcome to Say Cheers. ഇന്ന് വെള്ളരിക്ക കൊണ്ട് ഒരു മോര് കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു കടായിൽ ഇതുപോലെ വെള്ളരിക്ക കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക. അതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളരിക്ക ഏകദേശം മുങ്ങണ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിൽ. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനെ അടച്ച് വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ വേവിക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 7 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളരിക്കയുടെ അനുസരിച്ചിട്ട് വേണം നാളികേരം എടുക്കാൻ. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളമൊഴിച്ചാൽ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പറ്റില്ല കേട്ടോളൂ. ഇനി ഒരു സ്പൂൺ കൊണ്ട് അമുക്കി നോക്കണം വെള്ളരിക്ക വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അതിനെ വേവിക്കാൻ വെക്കുക അടച്ചിട്ട്. വെള്ളരിക്കയൊക്കെ വെന്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിനെ അതിൽ ചേർക്കണം. എന്നിട്ടൊരു കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കൂട്ടാനിന് കുറച്ച് കട്ടി കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ല കട്ടിയോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാത്തോളൂ. ചുടുവെള്ളം തന്നെ ഒഴിക്കണം. അങ്ങനെ അതിനെ കുറച്ച് ലൂസാക്കണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ അതിൻ്റെ സ്വാദ് പോവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. അതിനെ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് തിളപ്പിക്കാം. പിന്നെ ഒരു 1/4 ലിറ്ററോളം കട്ടി തൈര് ഒന്ന് മിക്സിയിൽ തിരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പുളിച്ച തൈര് എടുക്കൂട്ടുള്ളൂ. നമ്മൾ ഈ പുളിച്ച തൈര് ഒഴിച്ച ശേഷം അതിലേക്ക് വെള്ളം ചേർത്താൻ പാടില്ല. ഒന്ന് ഇളക്കിയിട്ട് ഒരു തിള വരുമ്പോഴേക്കും നമ്മൾ അതിനെ ഓഫും ചെയ്യണം കേട്ടുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഈ പാത്രത്തിനെ മാറ്റി വെക്കണം ഗ്യാസിൽ നിന്ന്. അല്ലെങ്കിൽ ആ തൈര് ഇരുന്നുകൊണ്ട് ഒരു പിരിഞ്ഞ പോലെ ആവും. തൈര് ഒഴിച്ച ശേഷം ഒരു തിള വരുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ. ഉപ്പ് പോരാ തോന്നണമെങ്കിൽ ലേശം കൂടെ ചേർത്ത് കൊടുക്കുക. മോര് കൂട്ടാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം നമ്മൾ ഇതിലേക്ക് വറുത്തിടണം. വറുത്തിടാനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ സ്വാദ്. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒരു വറ്റൽമുളകിനെ 3ആക്കി പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ആ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മോര് കൂട്ടാനൊക്കെ നമുക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കാനോ കുറച്ചുകൂടെ നന്നായിരിക്കുക. തൈരിന് പുളിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതി. അത് ഇരിക്കെ ഒന്ന് പുളിക്കും. അപ്പോൾ എല്ലാവരും ഈ മോര് കൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ ബൈ.